ഹലോ ഗായ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒത്തിരി നാളായി നമ്മൾ ഇപ്പം വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കുകളായിരുന്നു. ഇതിപ്പോൾ നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നൊരു വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒത്തിരി വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇതിപ്പോൾ നമ്മൾ ചെറിയൊരു പണ്ടെടുത്ത് വെച്ചിരുന്നൊരു വീഡിയോ ആണ്. എന്തായാലും വീഡിയോയിലേക്ക് പോകാം കേട്ടോ. സോ ഇതാണ് ഗോസാല മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളി. ഇവിടെ നമ്മൾ എന്ത് കാര്യങ്ങൾ ആഗ്രഹിച്ച് പറഞ്ഞാലും മാതാവ് നടത്തി തരും എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ അനുഭവം ഉള്ളവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം ഞാനിപ്പം എല്ലാവരും ഞങ്ങൾ 5 പേര് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടി മാതാവിൻ്റെ അടുത്ത് അവരവരുടേതായ കുറേ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പള്ളിയുടെ ഉൾവശം കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും. പള്ളിയുടെ പുറത്ത് തന്നെ ഇങ്ങനെ മാർബിളിൽ ഗ്രാനൈറ്റിലൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ശില്പം പോലെ കൊത്തി വെച്ചിട്ടുണ്ട്. അതായത് ഈശോപ്പ ജനിച്ചത് മുതൽ മരണം വരിച്ചു ഉയർപ്പുള്ള കാലം വരെയുള്ള കാര്യങ്ങൾ ഓരോന്നും, അതായത് മാതാവിന് മംഗളവാർത്ത കേൾപ്പിക്കുന്നതും അതുപോലെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും, ജനനം, ഈശോപ്പ വളർന്നത്, എല്ലാം ഇങ്ങനെ സ്നാനം മുങ്ങിയത് എല്ലാവരും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് മാർബിളിൽ. എത്രത്തോളം വ്യക്തമാണെന്നുള്ളത് എനിക്കറിയത്തില്ല. കണ്ടില്ലേ മാർബിളിൽ ഓരോന്നിങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ഈ ഒരു പ്രദേശത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു ദ്വീപിൽ ഒറ്റയ്ക്കായിട്ടുള്ള ഒരു കാമായിട്ടുള്ളൊരു പള്ളിയായിരുന്നു തോന്നുന്നത്. ഇപ്പം ഞങ്ങൾ പള്ളിയുടെ അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു, പക്ഷേ പള്ളിയിൽ കുർബാന നടക്കുകയാണ് അല്ലേ ചേച്ചി. അപ്പം അതുകൊണ്ട് വെയിറ്റ് ചെയ്യുകയാണ്. കുർബാന അതിന് ശേഷം അത് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പള്ളിയുടെ ഔട്ടിൽ നിന്ന് നമുക്ക് പള്ളിയുടെ വ്യൂസ് എടുത്തതും അകത്തെയും ചെറിയൊരു വ്യൂ ആണ് കേട്ടോ ഇതൊക്കെ. പള്ളിയുടെ അകത്ത് ഭയങ്കര സൈലൻസ് ആയിരുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് കുർബാന കഴിഞ്ഞ ശേഷമാണ് അകത്ത് കയറാൻ പറ്റിയത് ഞങ്ങൾക്ക്. ഞങ്ങൾ കുറേ നേരം അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു. എന്താ പറയുക, നമുക്കൊരു റിലാക്സേഷൻ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിരുന്നു നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്തേനും. അതായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു പള്ളിയുടെ ഗ്രോട്ടോ. കുറച്ചും കൂടി നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും. അങ്ങനെ എടുത്തതാണ്. ഇതാണ് മാതാവിൻ്റെ ഇത് ഓൾട്ടർ ഉണ്ടായിരുന്നത്. ഇത് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ് കേട്ടോ. തിരിച്ച് ഞങ്ങൾക്ക് ബസ്സിൽ കയറുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നൈറ്റ് ഭയങ്കര ലേറ്റായിരുന്നു. അപ്പോൾ ബസ്സൊക്കെ കുറേ ലേറ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ തിരിച്ച് പിന്നെ ഓടി വന്ന്, ഞങ്ങൾക്ക് ഭാഗ്യത്തിന് ആ സമയത്ത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഫെറി ഉണ്ടായിരുന്നു. ഫെറിയിൽ കയറി പിന്നെ തിരിച്ചിപ്പുറം വന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ രാത്രി ബസ്സിലിരുന്ന് തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ആ ഒരു വ്യൂവും കൂടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ പറയത്തില്ല, എന്നാലും സപ്പോർട്ട് ചെയ്യുക. സീ യു, ബൈ.